മനസ്സ് ഭാഗം 1. കോശം എന്നതായി രൂപപൂർണത പ്രാപിക്കുന്നതോടെ തനതായ പ്രവർത്തനങ്ങൾക്ക് ജീവൻ അടിസ്ഥാനപരമായി പ്രാപ്തമായി തീരുന്നു എന്ന നിഗമനത്തിൽ എത്താം. ജീവന്റെ പ്രവർത്തനം സാധ്യമാകത്തക്ക വിധം സംഭവിക്കുന്ന പ്രാപഞ്ചികമായ പരിണതി എന്ന ശരീരത്തിലെ ട്രില്യൺ കണക്കായ കോശങ്ങൾക്ക് ഓരോന്നിനും ജീവരൂപത്തിന് സാധ്യമാവുന്ന മൊത്തം ആയുർദൈർഘ്യത്തേക്കാൾ വളരെ കുറഞ്ഞ കാലം മാത്രമേ ജീവിച്ച് പ്രവർത്തിക്കാൻ ലഭ്യമാവുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യവും ഇന്ന് നന്നായി അറിയാം. പരിണാമഘട്ടങ്ങൾ ഏറെ താണ്ടിയ ജീവന് പ്രവർത്തിക്കാനായി മനുഷ്യ ശരീരം പ്രാപ്തമാവുന്നുവെങ്കിലും കോശങ്ങൾക്ക് ഓരോന്നിനും സാധ്യമായിരിക്കുന്ന പ്രവർത്തനകാലം അഥവാ ലഭ്യമായിരിക്കുന്ന ആയുസ് 3 മാസങ്ങളുടേത് മാത്രമാണെന്ന് ആധുനിക ശാസ്ത്രം വ്യക്തമാക്കുന്നു. അതായത് മനുഷ്യ ശരീരത്തിലെ ട്രില്യൺ കണക്കായ കോശങ്ങളിൽ ഒന്നിൻ്റെ പരമാവധി ആയുസ് 3 മാസത്തിൽ താഴെയായിരിക്കുന്നതിനെ പ്രാപഞ്ചികമായ ക്രമീകരണത്തിലൂടെ സാധ്യമാവുന്നുള്ളൂ എന്ന് വരുന്നു. 3 മാസത്തോളം പ്രവർത്തിച്ച് കോശങ്ങൾ മരിച്ചതിനു ശേഷം ശരീരത്തിനുള്ളിൽ പുതുകോശങ്ങൾ ജനിക്കുകയും വളർന്ന് പ്രവർത്തിച്ച് പൂർണ്ണത എത്തി മരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരം ഏകകോശം ആയി പ്രവർത്തിച്ച് തുടങ്ങുന്നതിനെയും കോശം വിഭജിച്ച് സംഗമിച്ച് പ്രവർത്തിച്ച് പൂർണ്ണ ശരീരം ആയിത്തീരുന്നതിനെയും ശരീരം എന്ന പൂർണ്ണരൂപത്തിലേക്കുള്ള വികാസത്തിനിടയിൽ സംഭവിക്കുന്ന കോശങ്ങളുടെ ജനിമൃതികളെയും മരണതരമായി സംഭവിക്കുന്ന ശരീരത്തിൻ്റെ തന്നെ പ്രവർത്തന പര്യവസാനത്തെയും ശ്രദ്ധിച്ചാൽ ശൂന്യതയിൽ നിന്ന് ആരംഭിച്ച പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനവും വികാസവും പര്യവസാനവും പ്രതീകാത്മകമായി ജീവികളിലും നടപ്പാകുന്നു എന്നാണ് കാണാനാവുക. സൂക്ഷ്മമായ അർത്ഥത്തിൽ പ്രപഞ്ചം എന്നതിനെ ഊർജത്തിൻ്റെ ഭാവവൈവിധ്യങ്ങളുടെ പുനരാവിഷ്കാരവും വികാസവും സാധ്യമാക്കുന്ന പ്രക്രിയ എന്നതായി മാത്രമേ കാണാനാവുകയുള്ളൂ. പ്രപഞ്ചം എന്ന പ്രവർത്തനത്തിൻ്റെ അർത്ഥം കണ്ടെത്തൽ സാധ്യമാക്കുന്നത് മനുഷ്യാവസ്ഥയിൽ എത്തിയ ജീവൻ കൊണ്ട് സാധ്യമാക്കുന്ന മനനം എന്ന പ്രക്രിയയിലൂടെയുമാണ്. മനനം എന്ന അതീവ സൂക്ഷ്മതരമായ പ്രക്രിയയിലൂടെ മാത്രമാണ് പ്രപഞ്ചം എന്ന പ്രവർത്തനത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും അന്തിമമായി നിർവചിക്കാനാവുന്നത് എന്നതുകൊണ്ട് മനസ്സിനെ പൂർണ്ണമായും നിർവചിച്ച് എടുക്കുക എന്നത് മനുഷ്യജീവിതം കൊണ്ട് അന്തിമമായി സംഭവിക്കേണ്ടുന്ന പ്രാപഞ്ചികമായ അനിവാര്യത ആയിത്തീരുന്നു. പരമാണുവിൽ തുടങ്ങിയത് എന്ന് സങ്കല്പിക്കാവുന്ന ജീവപ്രവർത്തനം പരിണാമഘട്ടങ്ങൾ ഏറെ കടന്ന് നിലവിലെ നാം മനുഷ്യനിൽ എത്തി നിൽക്കുമ്പോഴേക്കും അറിയാനാവുന്ന മനസ്സ് എന്ന പ്രതിഭാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബോധ്യപ്പെടാനാവുന്നത് ഇപ്രകാരമാണ്. ജീവൻ എന്ന പ്രതിഭാസത്തോട് ബന്ധപ്പെടുത്തി മാത്രമാണ് നമുക്ക് മനസ്സിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയുന്നത്. മനസ്സിനെ പഠിക്കാനും നിർവചിക്കാനും ശ്രമിക്കുക എന്നത് മനസ്സിൻ്റെ തന്നെ പ്രവൃത്തിയാകുന്നു. എന്തിനെക്കുറിച്ചും അറിഞ്ഞ് അവയെ സൂക്ഷ്മമായി ജീവനിൽ നിക്ഷിപ്തമാക്കുക എന്നതാണ് മനസ്സിലാക്കൽ. ഈ വിധത്തിൽ മനസ്സു തന്നെ മനസ്സിനെക്കുറിച്ചറിഞ്ഞ് മനസ്സിൽ നിക്ഷിപ്തമാക്കുന്ന അതുല്യമായ ഒരു പ്രവർത്തനം നടപ്പാകുന്നുവെന്ന് മനസ്സിലാക്കാം. മനസ്സിനെ അറിഞ്ഞ് മനസ്സിൽ തന്നെ നിക്ഷിപ്തമാക്കുന്നതിലൂടെ സ്വയം പൂർണ്ണത ആയിത്തീരാനുള്ള മനസ്സിൻ്റെ ശേഷിയെക്കുറിച്ച് സാമാന്യമായി ഊഹിക്കാനാവുന്നു. കാണാവുന്നതും കാണാനാവാത്തതും കേൾക്കാവുന്നതും കേൾക്കാനാവാത്തതുമായ ഏത് കാര്യത്തെയും അല്ലെങ്കിൽ അവസ്ഥയെയും കുറിച്ച് കൂടുതൽ അറിഞ്ഞ് സ്വജീവനിൽ നിക്ഷിപ്തമാക്കുന്നതിലൂടെ ശക്തി ആർജിച്ച് മറ്റു മനസ്സുകളുടെയും അതുവഴി ജീവനുകളുടെയും യഥാർത്ഥ വികാസത്തിനായി പ്രയത്നിക്കുന്ന മനസ്സ് വലിയ മനസ്സായി തീരുന്നു. അധികം കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അതുവഴി സൂക്ഷ്മതരമായി ശേഷിയാർജിക്കുകയും എന്നാൽ മറ്റു മനസ്സുകളുടെ വികാസത്തിനായി പ്രയത്നിക്കാതിരിക്കുകയും ചെയ്യുന്ന മനസ്സുകളെ വലിയ മനസ്സ് എന്ന് കണക്കാക്കുവാൻ നിവൃത്തിയില്ല. മനസ്സുകളുടെ ഗുണത്തിനു വേണ്ടി പ്രയത്നിക്കുവാൻ ശേഷിയാർജിച്ചതും
ശേഷി വിനിയോഗിക്കുന്നതുമായ മനസ്സുകൾ ലോകനന്മ ചെയ്യുന്ന നേതൃ മനസ്സുകളായി മനുഷ്യ പുരോഗതിയുടെ കാരണോർജ്ജമായ ആചാര്യശേഷികൾ ആയിത്തീരുന്നു. ലോകത്ത് ജനിക്കുന്ന അനവധിയായ മനുഷ്യരിൽ നിന്ന് എണ്ണത്തിൽ കുറവെങ്കിലും ഉന്നതമായ അറിവാർജിച്ച് ആചാര്യാവസ്ഥയിൽ എത്തുന്ന നേതൃമനസ്സുകൾ എല്ലാ കാലത്തും ഭൂമിയിൽ പ്രവർത്തിച്ച് നിൽക്കുന്നതായി കാണുന്നു. ജീവപരിണാമത്തിലൂടെ അഥവാ അനേക ജന്മങ്ങളുടെ പ്രവർത്തന വൈവിധ്യങ്ങളിലൂടെ നേടിയ പരിചയവും അറിവും ആകുന്ന ഊർജ സമ്പാദ്യം നിറഞ്ഞ വിശകലനശേഷിയും എല്ലാറ്റിനെയും കുറിച്ച് അറിയാനും അറിയിക്കാനും ചെയ്യാനും ചെയ്യിക്കാനും എന്തിലും എന്തുതന്നെയും ആയിത്തീരുന്നതിനുള്ള ജീവന്റെ ശേഷിയുമാണ് പൂർണ്ണതയുള്ള മനസ്സ്. ഊർജ വൈവിധ്യ സംഗമ വൈഭവമായ ജീവന്റെ ഉദ്ഭവവും അവസ്ഥാമാറ്റങ്ങളും ലക്ഷ്യവും കണ്ടെത്തുന്നത് ജീവന്റെ നിയന്ത്രണത്തിന് വിധേയമായി ജീവന് വേണ്ടി പ്രവർത്തിക്കുന്ന മനസ്സ് തന്നെയാണ്. ട്രില്യൺ കണക്കായ കോശങ്ങൾ കൊണ്ട് ജീവശരീരം നിർമ്മിതമായിരിക്കുന്നു എന്നും കോശങ്ങളുടെ ഘടനയും ആയുസ്സും പ്രവർത്തന സ്വഭാവവും പ്രാപഞ്ചികമായി തന്നെ നിർണയിക്കപ്പെട്ടിരിക്കുന്നുവെന്നും തിരിച്ചറിയാനാവും വിധം വികാസം പ്രാപിച്ച ഭൗതികശാസ്ത്രം സൂക്ഷ്മമായ മനസ്സിൻ്റെ ഉൽപ്പത്തിയും വികാസവും സംഭവിക്കുന്നത് എങ്ങനെ എന്നതിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായകമായി തീരുന്നു. ഊർജം എന്ന സങ്കല്പതരമായ നിലനിൽപ്പിൻ്റെ അവസ്ഥാമാറ്റങ്ങൾ എന്നതായിട്ടല്ലാതെ രൂപങ്ങളായോ ലക്ഷ്യങ്ങളായോ പ്രവർത്തനങ്ങളായോ അനുഭവങ്ങളായോ അവസ്ഥകളായോ യാതൊന്നും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നില്ല എന്ന ബോധ്യത്തിലാണ് അന്തിമമായി എത്തിച്ചേരാനാവുന്നത്. നിലനിൽപ്പുകളും പ്രവർത്തനങ്ങളും എന്നത് ഊർജത്തിൻ്റെ അവസ്ഥാന്തരങ്ങൾ മാത്രമായതുകൊണ്ട് ജീവശരീരത്തിലെ ട്രില്യൺ കണക്കായ കോശങ്ങളെയും പ്രവർത്തനങ്ങളെയും ഊർജത്തിൻ്റെ ഭാവവൈവിധ്യങ്ങൾ എന്നതായി മാത്രമേ തിരിച്ചറിയേണ്ടതായി വരുന്നുള്ളൂ. ശരീരം കൊണ്ട് ഒരു നൂറ്റാണ്ട് വരെയൊക്കെ മനുഷ്യജീവന് പ്രവർത്തിക്കാനാവുന്നുവെങ്കിലും മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾക്ക് ജീവിച്ചിരിക്കാനാവുന്നത് 3 മാസത്തെ മാത്രം ദൈർഘ്യമുള്ള ഊർജ പരിവർത്തനം എന്നതായാണ്. ശരീരത്തിലെ അസംഖ്യമായ കോശങ്ങൾക്ക് അനുനിമിഷം മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയും തൽസ്ഥാനത്ത് പ്രകൃതിയിലെ ഊർജ വൈവിധ്യങ്ങളെ നിരന്തരം ആവാഹിച്ചുകൊണ്ട് ജീവൻ അനിവാര്യമായത്ര കോശങ്ങളുടെ പുനർനിർമ്മിതി സാധ്യമാക്കുകയും അതുവഴി ശരീരമെന്ന പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മരണം എന്ന അനുഭവത്തിലൂടെ കോശഘടന നഷ്ടപ്പെട്ട് സ്വതന്ത്രമായി തീരുന്ന ഊർജത്തിന് കോശം ജീവന്റെ പ്രവർത്തന മുഖാന്തരം സംഭവ്യമായത് എന്നതുപോലെ തന്നെ സ്വതന്ത്രമായി തീർന്നതിന് ശേഷവും ജീവൻ എന്ന കേന്ദ്രീകൃതമായ പ്രവർത്തനത്തിന് വിധേയമായി നിലകൊള്ളേണ്ടതായി വരികയും ചെയ്യുന്നു. ഊർജ വൈവിധ്യ സംഗമത്തിലൂടെ അതീവ സങ്കീർണ ഊർജമായി തീരുന്ന ജീവനിൽ നിന്ന് ഉൽപ്പത്തിയായതും ജീവന് വേണ്ടി പ്രവർത്തിച്ചു നിന്നതും ആയതുകൊണ്ട് കോശഘടന തകർന്ന് സ്വതന്ത്രമായി തീർന്ന ഊർജത്തിനും അതീവ സങ്കീർണ ഭാവം തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനുള്ളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളുടെ നാശത്തിലൂടെ സ്വതന്ത്രമായി തീരുന്ന ഊർജം ജീവന് വിധേയമായി നിരന്തരം സംഗമിച്ച് ശക്തമാവുകയും ശരീരത്തിനുള്ളിൽ സ്ഥിരമായിരിക്കുന്ന ജീവന് വേണ്ടി ബാഹ്യലോകം എന്ന അവസ്ഥകളിലേക്ക് സഞ്ചരിച്ച് കാര്യവും കാരണവും അനന്തരവുമായ അവസ്ഥകളെക്കുറിച്ച് ജീവനെ അറിയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ മനസ്സ് എന്ന് പറയുന്നു.